ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കഴിഞ്ഞ ദിവസം ഓല ഇലക്ട്രിക്കിൻ്റെ പുതിയ സർവീസ് സെൻറ്റർ നമ്മുടെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആലുവയിലാണ് ഈ ഒരു പുതിയ ഫെസിലിറ്റി വന്നിരിക്കുന്നത്. പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ആ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ അവിടുന്ന് ഒരു 350 മീറ്റർ മാറിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ സർവീസ് സെൻറ്റർ എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഓലയുടെ ഇന്ത്യയിൽ തന്നെ 500ാമത്തെ ഫെസിലിറ്റി, 500ാമത്തെ ടച്ച് പോയിന്റ് ആണ് ഇതെന്നുള്ളത്. രണ്ടാമത്തേത്, കേരളത്തിലെ ഏറ്റവും വലിയ ഓല സർവീസ് സ്റ്റേഷനാണ് ഇതെന്നുള്ളത്. അതായത് ഇവിടെ 8 സർവീസ് ബേകളാണുള്ളത്. ഒരേ സമയം 8 സ്കൂട്ടറുകളാണ് നമുക്കിവിടെ സർവീസ് ചെയ്യാൻ സാധിക്കുക. We are very excited to launch this in Kerala and in Kochi because Kerala has one of the most vibrant and robust communities for Ola Electric. We are committed to deliver our very best to the community. ആലുവയിലെ ഈ ഒരു ഫെസിലിറ്റിയിൽ ശരിക്കും സർവീസും സ്പെയർസും മാത്രമാണ് ഉണ്ടാകുക. റീറ്റെയിലിംഗ് അല്ലെങ്കിൽ സെയിൽ ഉണ്ടാവില്ല. അതായത് ഒരു ഡെഡിക്കേറ്റഡ് സർവീസ് സെന്റർ ആണ് ഇതെന്നുള്ളത് വ്യക്തമാണ്. സോ ആഫ്റ്റർ സെയിൽസ് കെയറിന്റെ കാര്യത്തിൽ ഈ ഒരു ബ്രാൻഡ് ഇപ്പോൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്ന കൂടിയാണ് ഈ ഒരു പുതിയ ഫെസിലിറ്റി. റീസെന്റ് ഓല ഇലക്ട്രിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും നോക്കുമ്പോഴും ഈ ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഇവല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ് കെയർ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ കസ്റ്റമറിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കമ്പനിയുടെ ഒരു ഫുൾ ഡൈനമിക്സ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാക്ക് ഇൻ ഫെബ്രുവരി 400 ടച്ച് പോയിന്റുകളായിരുന്നു ഓലയ്ക്ക് ഉണ്ടായിരുന്നത്. ഏപ്രിലിൽ 500ാമത്തെ ഫെസിലിറ്റി ഇതാ ഉദ്ഘാടനം ചെയ്തു. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ് ഈ ഒരു ടച്ച് പോയിന്റുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് ഫെസിലിറ്റികളുടെ കാര്യത്തിലും ഓല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ മാസം മാത്രം 50ഓളം പുതിയ ടച്ച് പോയിന്റുകളാണ് ഓല ഇന്ത്യയിൽ ഓപ്പൺ ചെയ്തിരുന്നത്. 500ാമത്തെ ടച്ച് പോയിന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഒക്കേഷനിൽ ശരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി റൈഡും അതുപോലെ തന്നെ ഓണേഴ്സിനായിട്ട് ഒരു ഫ്രീ വെഹിക്കിൾ ചെക്കപ്പും ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവീസ് അല്ലെങ്കിൽ സ്പെയർ പോലുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, പ്രോഡക്റ്റ് ലൈനപ്പിലും വലിയ ചില മാറ്റങ്ങൾ റീസെൻ്റ്ലി ഓല അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പുതിയ പ്രോഡക്റ്റിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു റീസെൻ്റ്ലി, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിരുന്നു റീസെൻ്റ്ലി, ഓല S1X എന്ന് പറയുന്ന മോഡൽ. അത് തന്നെ 3 ഡിഫറെൻറ്റ് ബാറ്ററി പാക്സുമായിട്ട് എത്തുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് S1X എന്നുള്ളതാണ് ശരിക്കും ഓലയുടെ ഫസ്റ്റ് എവർ മാസ് മാർക്കറ്റ് EV എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ എൻട്രി വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന ആ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 70,000 രൂപയ്ക്ക് താഴെ മാത്രമാണ്. അത്യാവശ്യം ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ മോഡലിൻ്റെ വില വരുന്നതും 85,000 രൂപയ്ക്ക് അടുത്താണ്. ആൻഡ് ഇതിൻ്റെ റേഞ്ച് സ്റ്റോപ്പിംഗ് വേരിയൻറ്റിൽ വരുന്നത് ഒരു 4 kWh ബാറ്ററി പാക്കാണ്. സോ ഒബ്വിയസ്ലി അത് ഇവരെ സംബന്ധിച്ചൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഞ്ചും പ്രൊഡക്റ്റും ഒക്കെയാണ്. സോ ആ ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെ അർഹിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ സെയിൽസും എൻഷുർ ചെയ്യാനായിട്ട് ശരിക്കും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അഗ്രസീവ് നെറ്റ്വർക്ക് എക്സ്പാൻഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങളൊരു ഓല ഓണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓല ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതിയ മോഡലിനെയും അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു പുതിയ സർവീസ് സെൻറ്ററുകളുമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം.